സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യം 43. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 43 വാക്യം തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തനോട് പറഞ്ഞ യേശുവിൻ്റെ മറുപടിയാണ്. ഈ യേശുവിനൊപ്പം തൂക്കിലേറ്റിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ ചില മിനിറ്റുകൾക്ക് മുമ്പ് യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റേ കള്ളനൊപ്പം യേശുവിനെ നിന്ദിച്ചതാണ്. എന്നാൽ ഈ മനുഷ്യന് ക്ഷണനേരത്തിലുണ്ടായ ഒരു രൂപാന്തരം, ഇത് അവനെ നിത്യ ജീവനിലേക്ക് കൈപിടിച്ചു നടത്തിയെന്നാണ് നാം കാണുന്നത്. സമയം വളരെ വിലപ്പെട്ടതാണ്. യേശു ക്രൂശിന്മേൽ അവസാന തുള്ളി രക്തവും ഒഴുക്കിക്കൊണ്ട് മാനവരാശിയുടെ പാപ പരിഹാര ബലി അർപ്പിച്ച് ആ ശുശ്രൂഷ അഥവാ ആ ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യത്തിന് ഇടയിൽ സംഭവിച്ച ഒരത്ഭുതമാണിത്. യേശുവിനൊപ്പം 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ഈ 2 കള്ളന്മാരും ആദ്യം യേശുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം ഒരു കള്ളൻ ചില മിനിറ്റുകൾക്കുള്ളിൽ രൂപാന്തരപ്പെടുന്നു. എന്തായിരിക്കും അവന് സംഭവിച്ചത്? അവൻ്റെ ഗതകാല ജീവിതങ്ങളെ ഒരു നിമിഷം അവൻ ഓർത്തു. എൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിത് അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ഒപ്പം യേശുവിനെ ഒന്ന് നോക്കി. ആ ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ തൻ്റെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് അവൻ യേശുവിനെ ഒന്ന് നോക്കിയപ്പോൾ തൻ്റെ അടുക്കലായിരിക്കുന്ന യേശു ഒരു പാപവും ചെയ്യാതെയാണ് ദുഷ്ടനായ എനിക്കൊപ്പം ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ള ആ ഒരു സത്യബോധ്യം അവന് വെളിപ്പെട്ടു. അപ്പോൾ അവൻ അനുതപിക്കുവാനിടയായി. അവൻ്റെ അനുതാപം നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഒരു പ്രാർത്ഥനയായി മാറി. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: യേശുവേ, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ഇത്രയും മാത്രമാണ് അവൻ്റെ പ്രാർത്ഥന. ആ ചെറിയ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചു. ആ ചെറിയ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം കൈവപ്പ് വച്ചു. ഉടനെ മറുപടിയും അയച്ചു. ആ മറുപടിയാണ്: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നുള്ളത്. കർത്താവിൽ പ്രിയരെ, ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വെളിപ്പാട്. സമയം വളരെ വിലപ്പെട്ടതാണ്. നാളെ അഥവാ ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരു മാസം കഴിഞ്ഞിട്ട്, ഒരു വർഷം കഴിഞ്ഞിട്ട്
ഞാൻ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ അറിയും, നിത്യജീവൻ കരസ്ഥമാക്കും എന്ന് ആരും ചിന്തിക്കരുത്. നാളത്തെ സമയം നമ്മുടേതല്ല, ഇന്നത്തെ ഈ സമയമാണ് നമ്മുടേത്. ഈ കള്ളൻ അനുതപിച്ചതുപോലെ ഈ സമയം അനുതപിച്ചാൽ നമുക്ക് ഇന്ന് തന്നെ, ഈ സമയം തന്നെ ആ സ്വർഗീയ പർദീസ അഥവാ ആ നിത്യജീവൻ ലഭിക്കുവാനിടയാകും. ആമേൻ, ആമേൻ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വച്ചു. എങ്കിലും ഈ കയ്പുനീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു.